വെക്കേഷൻ തുടങ്ങിയപ്പോൾ നമ്മൾ നേരെ മാമൻ്റെ വീട്ടിലേക്കാണല്ലേ പോയത്. അതിനുശേഷം ഇതാ വന്നിട്ടുള്ളത് നിലമ്പൂരേക്കാണ്. ഇത് ചേട്ടൻ്റെ വീടാണ് കേട്ടോ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. പിന്നെ വൈകുന്നേരം ചായക്ക് എന്താക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ വലിയച്ഛൻ കുറച്ച് കാവത്ത് കൊണ്ട് തന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ കാവത്ത് എന്നാണ് പറയാ, കാച്ചില് എന്ന് മലയാളത്തിൽ പറയും, ഞങ്ങൾ കാവത്ത് എന്നൊക്കെ പറയും. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമുക്കൊന്നും നാട്ടിലൊന്നും കിട്ടാനില്ല. വടകരയൊക്കെ ആണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങണം. ഇതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ കിട്ടുമൊന്നുമില്ല. പന്നികൾ ഇവിടെ ഭയങ്കര ശല്യമാണ്. പന്നികൾ വന്നിട്ട് ഇത് മുഴുവൻ തിന്നിട്ട് പോകും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്കിത് വൈകുന്നേരം 4 മണിക്ക് ചായക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ. എൻ്റെ 2 കളർ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ, വയലറ്റും വെള്ളയും. എൻ്റെ വയനാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതായത് നമ്മൾ കഴുകി ചെത്തിയൊക്കെ വൃത്തിയാക്കി കലത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അടുപ്പ്. ഈ ഒരു രീതിയിലുള്ള അടുപ്പ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇതാണ് കേട്ടോ ഈർച്ചപ്പൊടീൻ്റെ അടുപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ചിപ്പിളിപ്പൊടി അടുപ്പ് എന്ന് പറയും. ഇതൊന്നുമില്ല, നമ്മുടെ ആശാരിപ്പണി എടുക്കൂലേ, മില്ല് എന്നൊക്കെ പറയില്ലേ, നമ്മൾ മരപ്പണിയൊക്കെ ചെയ്തതിന് ശേഷം ആ മരത്തിൻ്റെ പൊടിയും ആ വേസ്റ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ പൊടികൾ ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ ഈ സംഭവം. നമ്മളിത് മില്ലിൽ പോയിട്ട് കഴിയുന്നതിനനുസരിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുക. ഇത് ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഉപകാരമാണ്. ഒരൊറ്റ കഷ്ണം വിറക് മതി, നമുക്ക് ചോറും കറിയും ഒക്കെ ആയി കിട്ടും. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സെൻറ്ററിൽ ഒരു വടി വെച്ചതിന് ശേഷം ഈ ചിപ്പിളിപ്പൊടി നമ്മൾ ചുറ്റും നിറച്ച് കൊടുത്ത് ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് അമർത്തി അങ്ങനെ വെക്കുകയാണ് ചെയ്യുക. പിന്നെ ഈ താഴെ കൂടെയാണ് നമ്മൾ വിറക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഹോള് നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം അതിലൂടെയാണ് കേട്ടോ വിറക് വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ നാട്ടിലൊക്കെ ഈ ഏരിയയിലൊക്കെ എല്ലാവരും ഈ ഒരു അടുപ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക. കാരണം ഗ്യാസിനേക്കാളും ഇൻഡക്ഷനേക്കാളും ഒക്കെ എത്രയോ ഉപകാരമാണ് കേട്ടോ ഈ അടുപ്പ് കൊണ്ട് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുപ്പ് കത്തിക്കാം. ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മണ്ണെണ്ണയും വേണ്ട. നമ്മളൊരു കടലാസ് കത്തിച്ച് വെച്ചതിന് ശേഷം ഓലയോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തീ പിടിക്കും കേട്ടോ. ഇത് കണ്ടോ, ഗ്യാസിൻ്റെ ആ ഫ്ലെയിം പോലെ തന്നെയാണ്. ആ സെൻറ്ററിൽ കൂടെ മാത്രം ഫ്ലെയിം വരുന്നതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും. പെട്ടെന്ന് സാധനങ്ങളൊക്കെ വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളത് ഈ അടുപ്പിലേക്ക് ഈ കമ്പീൻ്റെ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ബേസ് എന്ന് പറയാം, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ ഈ കലം വെച്ച് കൊടുക്കുക. ഇവിടെ നമ്മളെല്ലാം ചായയും ചോറും കറിയും ഒക്കെ ഈ അടുപ്പ് തന്നെയാണ് കേട്ടോ വെക്കുക. ഒരൊറ്റ കൊള്ളി വിറക് അല്ലെങ്കിൽ 2 കൊള്ളി വിറക് അത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് എല്ലാ ഐറ്റംസും ഇതിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കാവത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അതിനായിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് കാന്താരി മുളക് വേണമായിരുന്നു. പക്ഷേ ഇവിടെ ആ സാധനം ഒരിക്കലും വെച്ചാൽ ഉണ്ടാവില്ല. എന്താണെന്നറിയില്ല, ഇവിടുത്തെ മണ്ണിൻ്റെ കുഴപ്പമാണോ എന്താണെന്നറിയില്ല. ഇവിടെ കാന്താരി മുളകിൻ്റെ ചെടി വെച്ചാൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉണ്ടമുളക് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ ഉള്ളി മുളകും ചമ്മന്തി, ഇവിടെ കപ്പേൻ്റെ കൂടിയും കാവത്തിൻ്റെ കൂടിയും ചേമ്പിൻ്റെ കൂടിയും ഒക്കെ കഴിക്കുന്ന ചമ്മന്തി. അപ്പോൾ ഇത് നമുക്ക് നല്ല കല്ലിൽ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഉള്ളി നന്നാക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാവത്ത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്രയ്ക്കും എഫക്റ്റീവാണ് കേട്ടോ ഈ അടുപ്പ്. അപ്പം ഞാനിതാ ഈ ചമ്മന്തി നല്ല അമ്മയിലിട്ടാണ് കേട്ടോ അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മുഖം ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം മുളകാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. കണ്ണിൽ തെറിച്ചിട്ടുണ്ടെങ്കിൽ പണി പാളും. അതുകൊണ്ട് ഞാനിങ്ങനെ മെല്ലെ മെല്ലെയാണ് ചതച്ചെടുക്കുന്നത്. മുളക് ഫുള്ളും ചതച്ചെടുത്തതിന് ശേഷം ഞാൻ ഉള്ളി മെല്ലെ അതുപോലെ തന്നെ ചതച്ചെടുക്കുന്നുണ്ടേ. ഇത് സ്പീഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിൻ്റെ പണിയും നോക്കി പോവും. അതുകൊണ്ട് നമുക്ക് മെല്ലെ മെല്ലെ ചതച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നല്ലോണം ചതച്ച് ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല, പുളിയും ഒന്നും ചേർത്തിട്ടില്ല. ഈ ചമ്മന്തിക്ക് ഇത്രേ ആവശ്യമുള്ളൂ. വെറും ചെറിയുള്ളിയും നല്ല മുളകും ഉപ്പും. അവസാനം എന്താ ചേർക്കേണ്ടതെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അങ്ങനെ ചമ്മന്തിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നന്നായിട്ട് കൈയും കൊണ്ട് വടിച്ചിടുന്നതിൻ്റെ ആ ഒരു സന്തോഷം സമാധാനം അപ്പം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൈയെല്ലാം എൻ്റെ അമ്മോ പുകഞ്ഞ് എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കൈ സോപ്പിട്ട് കഴുകി വെളിച്ചെണ്ണ തേച്ചു, എന്തൊക്കെ ചെയ്ത് ഞാനറിയില്ല. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ കാവത്ത് നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെന്താ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നല്ല പച്ച വെളിച്ചെണ്ണ അതും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇവിടെ മിക്സ് ആക്കിയിട്ട് അങ്ങ് അനക്കാണ്ട് വെക്കാം. അപ്പോൾ അവൻ സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തവൻ എന്തായെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കാച്ചിലും അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഞാനിവനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, നേരെ വയറ്റിലേക്ക് പറഞ്ഞേക്കാം അല്ലേ. ഒരു കാര്യം മറന്നുപോയി, കട്ടൻ ചായ അതിനും കൂടിയുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയണ്ടല്ലോ, നേരെ ഒരു പ്ലേറ്റിലേക്കൊക്കെ അങ്ങോട്ട് കമഴ്ത്തി കുറച്ച് ചമ്മന്തിയും കൂടി ഇട്ടങ്ങ് സമാധാനം.
ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വല്ലപ്പോഴും കിട്ടുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ ചക്ക, മാങ്ങ, കപ്പ, ചേമ്പ്, കാച്ചിലി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇതൊക്കെ കിട്ടുമ്പോൾ പരമാവധി ഞാൻ ആസ്വദിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പ്ലേറ്റ് കാലിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.